Shall we close our eyes and ask God to speak to us before we hear from God's word for the first time in this 3-day youth camp? നമ്മുടെ ഈ ത്രിദിന യുവജന സമ്മേളനങ്ങളിൽ ആദ്യത്തെ സെഷനിലാണ് നാം ദൈവവചനം കേൾക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മനസ്സുകൾ ദൈവസന്നിധിയിൽ ഒരുക്കാം. Close your eyes. എല്ലാവരും കണ്ണുകൾ മൂടി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി bow your head down. God is going to speak to you. ഈ സമയം ദൈവം നമ്മോട് സംസാരിക്കുവാൻ എല്ലാവരും ഹൃദയം ഏകാഗ്രമാക്കുക. It depends on how hungry you are. നാം ദൈവവചനത്തിനായി എത്രമാത്രം വിശപ്പുള്ളവരാണ് എന്നതിനെ അടിസ്ഥാനപ്പെട്ടാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. He fills the hungry with good things, my Bible says. ദൈവവചനം പറയുന്നു, അവൻ വിശപ്പുള്ളവരെ തന്റെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. But the rich he sends away empty. സമ്പന്നന്മാരെ വെറുകയായി അയച്ചു കളഞ്ഞു. If you think you are rich in the knowledge of God's word, God will send you away empty. But if you say, Lord, I am hungry to learn new things, he will speak to you. നമുക്ക് ചിലതെല്ലാം അറിയാമെന്നുള്ള ഭാവേന നാം ഇരുന്നാൽ ഇന്ന് നിരാശയോടെ മടങ്ങേണ്ടി വരും. എന്നാൽ ദാഹാർത്തരായ വിശപ്പോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള അഭിവാഞ്ചയോടെ ഇരുന്നാൽ ദൈവം നമ്മോട് സംസാരിക്കും. It depends on how humble you are. If you are humble, God will speak to you. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ നാം എത്രമാത്രം വിനയമുള്ളവരാണോ അങ്ങനെയുള്ളവരോടാണ് ദൈവം സംസാരിക്കുന്നത്. God is against proud people. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. But if you say, Lord, I am humble, he will come down and he will speak to you. എന്നാൽ വിനയത്തോടെ താഴ്മയോടെ തിരുമുൻപിൽ വരുന്നവന്റെ അടുക്കിലേക്ക് ചാഞ്ഞു വന്ന് അവരോട് സംസാരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Throughout these 3 days, stay humble, stay hungry, and your life will be changed. യുവ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ 3 ദിവസങ്ങളും ഈ 3 ദിനരാത്രങ്ങളും ദൈവം മുൻപാകെ താഴ്മയോടെ ആയിരിക്കുമ്പോൾ താഴ്മയുള്ളവരുടെ മനസ്സിൽ സംസാരിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിനോട് ഇടപെടുവാൻ I guarantee that you will not go back the same way you have come into this camp. പ്രാർത്ഥനയോടെ ആത്മാർത്ഥതയോടെ ഈ മീറ്റിംഗിൽ നിങ്ങൾ സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരിക്കലും നിങ്ങൾ ശൂന്യരായി ഇവിടെ വിട്ടു പോകേണ്ടി വരില്ല. Dear Heavenly Father, I come to you in Jesus' name. സ്വർഗ്ഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ തിരുമുൻപിൽ ഞങ്ങൾ വരുന്നു. Dear Lord, I submit this first session we are going to have into your hands. ഈ യൂത്ത് സെമിനാറിന്റെ ആദ്യ സെഷനെ പിതാവേ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I'm going to ask these young people a question, Lord. പിതാവേ, ഈ യുവജനങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. The question is, what road are you walking on? നിങ്ങൾ ഏത് ഉദ്യമങ്ങളിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം. And even as we, Lord, look at the various answers and the right answer, I pray that you will touch every soul here. പിതാവേ, അവരെ ആ മറുപടി അന്വേഷിക്കുമ്പോൾ തന്നെ, ആ ഉത്തരത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തികളെ അങ്ങയുടെ ആത്മാവ് സ്പർശിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. At the end of this message, I want to see young people come and give their lives to you, so that you, who is the right road to be traveling on. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമ മാർഗദർശി അങ്ങാണ് എന്നുള്ള തിരിച്ചറിവിലേക്കും വെളിപ്പാടിലേക്കും വന്നുകൊണ്ട് ഈ മീറ്റിംഗിന്റെ ഒടുവിൽ യുവജനങ്ങൾ മുൻപോട്ട് വന്ന് അങ്ങയുടെ കരങ്ങളിൽ അവരുടെ ജീവിതം ഏൽപ്പിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In Jesus Christ's name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. 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 You would have seen this pretty girl watching the IPL 3 with the son of Kingfisher owner Vijay Mallya. You would have seen this pretty lady. ഈ യുവതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കിങ്ഫിഷർ എന്ന ആ ഒരു പ്രത്യേക എയർ ട്രാവൽസിൽ അതിന്റെ ഒരു വ്യക്തിയാണ്, അതിന്റെ ഒരു അംബാസഡർ ആണ് ആ വ്യക്തി. Yes, this girl was seen with the son of the owner of Kingfisher. The son of the owner of Kingfisher. അതിലെ കിങ്ഫിഷർ എന്ന വിമാന കമ്പനിയുടെ ഉടമസ്ഥന്റെ മകളാണ് ഈ പെൺകുട്ടി. No, this girl was going around or had the son of the owner of Kingfisher. ഈ കിങ്ഫിഷർ വിമാന കമ്പനിയുടെ മകന്റെ പിന്നാലെ കൂടിയ ഒരു കമിതാവാണ് ഈ പെൺകുട്ടി. This evening, we know Bangalore is clashing with Mumbai in the IPL 3 final.
IPL ഫൈനലിൽ IPL ക്രിക്കറ്റ് ഫൈനലിൽ ബാംഗ്ലൂരും മുംബൈയും തമ്മിൽ ഒരു കടുത്ത മത്സരം നടക്കുകയാണ്. And this girl called Deepika Padukone. ദീപിക പദുക്കോൺ എന്ന ഈ യുവതി അവിടെ ഒരു പ്രത്യേക കഥാപാത്രമാണ്. She will be there watching that match. ആ പ്രത്യേക മത്സരം വീക്ഷിച്ചുകൊണ്ട് ആ ഗാലറിയിൽ അവൾ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. Supporting Bangalore. ബാംഗ്ലൂരിനെ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി കൊണ്ട് അവൾ അവിടെ തന്നെ ഉണ്ടാവും. With the owner's son next to her. അവളുടെ അടുത്ത് ആ മറ്റേ കഥാപുരുഷൻ ഇരിപ്പുണ്ട്. She will be there. അവളവിടെ മുഴുവൻ സമയവും അവിടെ ചെലവഴിക്കുകയാണ്. If you go and talk to her, Deepika's father, ദീപികയുടെ പിതാവിനോട് പോയി ഈ വിഷയം അവളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, he's a great sportsman. അദ്ദേഹം ഒരു വലിയ ഒരു അത്ലറ്റാണ്. അദ്ദേഹം വലിയൊരു കായികപരമായ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. He won the All England Championships in badminton. ബാഡ്മിന്റണിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയാണ് അവളുടെ പിതാവ്. If he told you the truth, if this man told you the truth, ഈ വ്യക്തി യഥാർത്ഥമായുള്ള സത്യം നിങ്ങളോട് അദ്ദേഹം പറയും. you know what he will say? അദ്ദേഹം എന്ത് പറയുമെന്ന് അറിയാമോ? My daughter is going down the wrong road. എന്റെ മകൾ തെറ്റായ പാതയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the wrong road of movies and glamour and boyfriends, she's going down the wrong road. ആ പ്രകാശ് പദപ്പോൾ പറയുന്നത് എന്റെ മകൾ നാടകങ്ങളുടെയും സിനിമയുടെയും ആഭാസകരവും അശ്ലീലകരവുമായ എല്ലാ മാധ്യമങ്ങളുടെയും പിന്നാലെ തെറ്റായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. As a father, I wanted her to go to one road, the road of sports, which I excelled in. ഞാൻ ജീവിതത്തിൽ ഏറ്റവും മികവ് പുലർത്തിയ സ്പോർട്സിന്റെ പാതയിലൂടെ മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ അവളെ എപ്പോഴും ഉപദേശിച്ചിട്ടുള്ളത്. But she's going down the wrong road. എന്നാൽ അവൾ ഇപ്പോൾ നിർഭാഗ്യവശാൽ തെറ്റായ പാതയിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. The theme for this camp is walk in the spirit. നമ്മുടെ ഈ യുവജന ക്യാമ്പിന്റെ ചിന്താ വിഷയം ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ്. The word walk talks about a road. You first of all need a road to walk on. നടക്കുക എന്നുള്ള പദവുമായി പദത്തിന്റെ അനുബന്ധ അർത്ഥം എന്ന് പറയുന്നത് ഒരു പാത, ഒരു റോഡ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. So as I begin speaking God's word to you in these youth camps, I want to ask you a question. Which road are you walking on even as you walk into this youth camp? യുവ സഹോദരങ്ങളെ, ഈ യുവജന ക്യാമ്പിന്റെ തുടക്കത്തിൽ മുഖത്തുകയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് പാതയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? The Bible talks about many roads. ദൈവത്തിന്റെ വചനം നിരവധി പാതകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. If you turn to Proverbs chapter 14, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുമ്പോൾ verses 12. 12-ാം വാക്യം. Proverbs chapter 14 and verses 12. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. The word of God says that there is a way that seems right to man, but in the end it leads to death. ദൈവത്തിന്റെ വചനം അവിടെ ഇങ്ങനെ പറയുന്നു, ഒരു വഴി ചൊവ്വുള്ളതായി മനുഷ്യന് തോന്നും, പക്ഷേ അത് മരണത്തിലേക്കാണ് നയിക്കുന്നത്. That verse is repeated verbatim in the same place in another place in the book of Proverbs. അതേ സദൃശവാക്യങ്ങളിൽ തന്നെ ഇതേ വചനം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. In Proverbs 16 and verse 25. അത് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ്. The word of God says there is a way that seems right to man, but in the end it leads to death. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വഴി ചൊവ്വുള്ളതായി മനുഷ്യന് തോന്നുന്നു, പക്ഷേ അതിന്റെ അവസാനം നാശവഴികളാണ്. Who wrote these words? Who wrote these words? ആരാണ് ഈ വചനങ്ങൾ എഴുതിയതെന്ന് അറിയാമോ? ഞാൻ ഉദ്ധരിച്ച ഈ വാക്കുകൾ എഴുതിയത് ആരാണെന്ന് അറിയാമോ? King Solomon wrote these words. നമുക്കറിയാം, രാജാവായ ശലോമോനാണ് ഈ വാക്യങ്ങൾ എഴുതിയത്. Let's talk to King Solomon. എന്താണ് ശലോമോന്റെ പ്രത്യേകത? Let's ask him a question. ശലോമോനോട് നമുക്കൊന്ന് ചോദിക്കാം. Solomon, what road seemed right to you? ശലോമോൻ രാജാവേ, ഏത് വഴിയാണ് അങ്ങേക്ക് ഉത്തമ വഴിയായിട്ട് തോന്നിയത്? What road seemed pleasing to your eyes? നിന്റെ കണ്ണുകൾക്ക് ഉത്തമമെന്ന് തോന്നിയ പാത ഏതാണ് എന്ന് ശലോമോനോട് ചോദിക്കുക. What road seemed good to your heart? നിന്റെ മനസ്സിന് ഉത്തമമെന്ന് ഇണങ്ങി വന്ന വഴി ഏതാണ്? He will talk about 7 roads. അദ്ദേഹം കുറഞ്ഞപക്ഷം 7 വഴികളെ കുറിച്ചെങ്കിലും നിങ്ങളോട് പറയും. And you can read about those roads in Ecclesiastes chapter 2 in the Bible.
സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഈ പാതകളെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. These are roads that seem good to travel on. യാത്ര തുടരുവാൻ ഏറ്റവും അഭികാമ്യമെന്ന് തോന്നപ്പെട്ട വഴികളാണ് അവയൊക്കെ. Maybe some of you are traveling that road even as you walk into this youth camp. ഈ യുവജന സെമിനാറിലേക്ക് വരുമ്പോൾ പോലും ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇതുപോലുള്ള ചില വഴികളിൽ തപ്പിത്തടയുന്നവരാവാം. But the word of God is very clear. These are roads that seem right, seem good, but its end is death. The end is destruction. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, എന്നാൽ അവിടെ പറയുന്ന വഴികൾ ഒക്കെയും അത് അനിശ്ചിതത്വത്തിലേക്കും ജീവിത ശൈലിയിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്ന വഴികളാണ്. Look at Ecclesiastes chapter 2 and verse 2. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. I'm not going to read that verse. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. But I want you to look at that verse in the Bible. ഞാനിത് ഇവിടെയെല്ലാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദയവായി നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ പ്രിയപ്പെട്ടവരെ ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Here is a person looking for peace, looking for fulfillment in his life. അത് ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി പരതുന്ന അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത്. So the first road he takes is the road of wit or the road of laughter. ഒന്നാമതായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പാത വിനോദത്തിന്റെ പാതയാണ്, ഉല്ലാസത്തിന്റെ പാതയാണ്. A road of laughter. അത് ആമോദത്തിന്റെ, ആർപ്പിന്റെ, ആ ഉല്ലാസത്തിന്റെ പാത. That's what we read in Ecclesiastes chapter 2 verse 2. സഭാപ്രസംഗി 2-ാം അധ്യായത്തിന്റെ 2-ാം വചനത്തിൽ നാം അതാണ് വായിക്കുന്നത്. Now sometimes you and I also think that the road of laughter will give us purpose and meaning in life. പലപ്പോഴും ജീവിതത്തില് നാം തിരഞ്ഞെടുക്കുന്ന ഇതുപോലുള്ള ഉല്ലാസത്തിന്റെയും ആഘോഷത്തിന്റെയും വഴികളാണ് പക്ഷേ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ നമ്മൾ പലപ്പോഴും അനിശ്ചിതത്വത്തിലാകുന്നു. You think if I crack the best joke in the class, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നല്ല പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ജോക്കറായിട്ട് തീരുക, all the girls will laugh for my joke. അങ്ങനെ എന്റെ ക്ലാസ്സിൽ ഏറ്റവും വലിയ തമാശകൾ പൊട്ടിക്കുന്ന ഒരു വില്ലനായി തീരുമ്പോൾ എല്ലാ പെൺകുട്ടികളും വളരെയധികം സന്തുഷ്ടരായിരുന്നു. Then my life will be made. പലപ്പോഴും യുവാക്കന്മാർ ചിന്തിക്കുന്നു, അങ്ങനെ പെൺകുട്ടികൾ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ ജീവിതം ഒത്തിരി നല്ലതായി തീരും. That is what you think. യുവാക്കന്മാർ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. Let me tell you about Jim Carrey. ഞാൻ ജിം കേരിയെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Jim Carrey is one of the biggest comedians in the whole world. ലോക പ്രശസ്തനായ ഒരു വിദൂഷകനായിരുന്നു, ഒരു തമാശക്കാരനായിരുന്നു ജിം കേരി. He has earned millions of dollars by making a funny face. പലപ്പോഴും ആളുകളുടെ മുൻപാകെ ഗോഷ്ഠിയുള്ള മുഖങ്ങൾ കാണിച്ച് അവരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. A man wrote about his life, about Jim Carrey's life. ജിം കേരിയുടെ ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. This is what he writes. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. For Jim Carrey, when he's alone, life is very boring. Life has no laughter. മറ്റുള്ളവരെ തമാശ കൊണ്ട് പൊട്ടിച്ചിരിപ്പിച്ച ഈ ജിം കേരി ജീവിതത്തിൽ ഒരു വിരസനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരു രസവും ഉണ്ടായിരുന്നില്ല. It is very boring for him. അദ്ദേഹത്തിന്റെ ജീവിതം ആകെക്കൂടെ അലസമായ, വിരസമായ, അരോചകമായ ഒന്നായിരുന്നു. It is not only Jim Carrey's story, but your story as well. എന്നാൽ സഹോദരനെ ഞാൻ പറയട്ടെ, ഇത് ജിം കേരിയുടെ മാത്രം ചരിത്രമല്ല, ഇന്ന് നിങ്ങളുടെ ചരിത്രമാകാം. After the laughter with your friends is over, when you come back to your hostel room, നിങ്ങളുടെ കൂട്ടുകാരോടുകൂടി ഉല്ലസിച്ച് ചിരിച്ച് തമാശകൾ പൊട്ടിച്ച് ആഘോഷിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ശൂന്യനായി മടങ്ങി വരും. When you switch off the lights, when you hit the bed, when you sleep on the pillow, you ask the question, is that all there is to my life? My laughter is leaving me with a heartache. പലപ്പോഴും ലൈറ്റ് അണച്ച് നിങ്ങൾ വിശ്രമത്തിന് വേണ്ടി നിങ്ങളുടെ കിടക്കയിലേക്ക് തിരിയുമ്പോൾ ഒരു വല്ലാത്ത ശൂന്യത വന്ന് ചൂഴ്ന്നു നിന്നിട്ട് പലപ്പോഴും നിങ്ങൾ വിചാരിക്കും, എന്റെ സന്തോഷം എവിടെ, എന്റെ ജീവിതത്തിന്റെ ഉല്ലാസം എവിടെ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എവിടെ? The way of laughter leads to destruction. That's not the answer. തമാശകളുടെ വിനോദത്തിന്റെ പാത നാശത്തിലേക്കാണ് ആത്യന്തികമായി നയിക്കുന്നത്. സ്നേഹിതരെ, അതല്ല ശരിയായ ജീവിതപാത. Look at Ecclesiastes chapter 2 and verse 3. Ecclesiastes chapter 2 and verse 3. രണ്ടാമത്തെ ആയത്തിന്റെ സഭാപ്രസംഗി 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക. He now knows laughter is not the way.
ബഹുവിധ മദ്യങ്ങൾ ആസ്വദിക്കാമോ ആസ്വദിക്കാം. If I can gladden my heart with wine, ജീവിതത്തിലെ എല്ലാത്തരം മദ്യവിഭവങ്ങൾക്ക് വേണ്ടിയും നിർമ്മൽ കൊള്ളുന്ന ഒരു മനസ്സ്, then I can find meaning and purpose in life. അങ്ങനെ രാവും പകലുമില്ലാതെ മദ്യപിച്ച് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ വൃഥാ നിർമ്മൽ കൊള്ളുന്ന ഒരു മനുഷ്യൻ. Can I tell you something? Can I tell you something? എനിക്ക് ജീവിതത്തിൽ ഇതിലൂടെ എന്തെങ്കിലും ലഭിക്കുമോ? Can I tell you something now? Can I tell you something? എനിക്ക് ഈ പാതയിലൂടെ എന്തെങ്കിലും അർത്ഥമുള്ളത് ലഭിക്കുമോ? If you drink wine, അദ്ദേഹം ഇങ്ങനെ മദ്യം സേവിക്കുകയാണ്. you will not find meaning and purpose in life. ഞാൻ പറയട്ടെ, മദ്യത്തെ അവലംബിക്കുന്ന, മദ്യത്തിൽ ജീവിതത്തിന് സന്തോഷം കണ്ടെത്തുവാൻ അവലംബിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തനി സന്തോഷത്തിൽ കണ്ടെത്തത്തില്ല. You will only lose purpose in life. നേരെ മറിച്ച് ജീവിതത്തിന്റെ സന്തോഷവും അർത്ഥവും അതിലൂടെ ചോർന്നു പോകുക മാത്രമേ. You will actually get on high. You will forget yourself. You will lose your purpose. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ മദ്യപാനത്തിന്റെ അവസാനം ജീവിതത്തിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. So that's not the answer. ജീവിതത്തിൽ അത് യഥാർത്ഥമായ മറുപടിയല്ല. The road of wine is wrong. Yes, the road of wine is not the answer. മദ്യപാനത്തിന്റെ വഴിയല്ല ജീവിതത്തിന്റെ അർത്ഥങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ Wrong road that leads to destruction. ഈ മദ്യപാനത്തിന്റെ പാത നാശത്തിന്റെ ആ നാശക്കുഴിയിലേക്കാണ് നയിക്കുന്നത്. The third road you think you can take to reach goal of purpose and meaning in life. ജീവിതത്തിന്റെ അർത്ഥസാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ മൂന്നാമതായി തിരഞ്ഞെടുക്കുന്ന പാത The road called work. Work. അധ്വാനം, തൊഴിൽ എന്നുള്ളതാണ്. തൊഴിലിന്റെ പാത, അധ്വാനത്തിന്റെ പാത. We read in the fourth verse of Ecclesiastes chapter 2, this man wants to take up great projects in his life. ജീവിതത്തിൽ അധ്വാനത്തിലൂടെ, പരിശ്രമങ്ങളിലൂടെ, തൊഴിലിലൂടെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ സഭാപ്രസംഗിയിലെ മനുഷ്യൻ അന്വേഷിക്കുകയാണ്. If only I can go to the United States and get a great job. എനിക്ക് ഒരു വലിയ ജോലിയുടെ തലപ്പത്തെത്തുകയാണെങ്കിൽ, ഒരു മഹത്തായ തൊഴിൽ കിട്ടുകയാണെങ്കിൽ ജീവിതത്തിൽ അർത്ഥം നേടാം. I can make it in life. I will be a very good man. എനിക്ക് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാകാം, പ്രസിദ്ധനാകാം എന്നുള്ളൊരു വ്യാമോഹമാണ്. That's what you think. അതാണ് നീ ചിന്തിക്കുന്നത്. ഈ തൊഴിലിലൂടെ ജീവിതം മഹത്വകരമാണ്. I'll tell you about this young man who worked for Yahoo company, the great company called Yahoo. യാഹൂ കമ്പനിക്ക് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ചുള്ള കഥയാ പറയാം. He was from Kerala. His name was Devan Kalahat. Devan Kalahat was his name. ദേവൻ കൽഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He was working in Yahoo company for 10 years. യാഹൂ കമ്പനിയിൽ ഒരു പതിറ്റാണ്ടായി അധ്വാനിച്ച മനുഷ്യൻ. And good job, lot of salary. ഉയർന്ന ജോലിയും കനത്ത ശമ്പളവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. And Yahoo was not planning to remove him from the job. അദ്ദേഹത്തെ ഒരിക്കലും ആ കമ്പനി പിരിച്ചുവിടാൻ ആഗ്രഹിച്ചില്ല, തന്നെ വിടാൻ ആഗ്രഹിച്ചില്ല. One day he came back home. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു. He took out his gun. അദ്ദേഹം തന്നെ തോക്ക് വലിച്ചെടുത്തു. He shot his 2 children. അദ്ദേഹത്തിന്റെ 2 കുട്ടികളെയും നിറയൊഴിച്ചു. അവരുടെ നേരെ നിറയൊഴിച്ചു. A boy and a girl, he shot them. തന്റെ കുട്ടികളിൽ തന്റെ ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ മരിച്ചു വീണു. He tried to shoot his wife. അദ്ദേഹം അതിനുശേഷം തന്റെ ഭാര്യയുടെ നേരെ തോക്ക് ചൂണ്ടി. She ran away. അവൾ ഓടിപ്പോയി. He put his gun on his head. അദ്ദേഹത്തിന്റെ സ്വന്തം തലയിലേക്ക് തോക്ക് തിരിച്ചു പിടിച്ചു. He shot himself. അദ്ദേഹം തന്റെ തലയിലേക്ക് നിറയൊഴിച്ചു. He was so empty, he had to empty bullets into others and himself. തന്നിലേക്കും മറ്റുള്ളവരിലേക്കും തോക്കിന്റെ കാഞ്ചി തിരിച്ചുകൊണ്ട് അദ്ദേഹം തുരുതുരാ വെടിയുതിർത്ത് ഭ്രാന്തനെ പോയി ഓടി നടന്നു. A great job with a big salary cannot give you purpose and meaning in your life. ഞാൻ പറയട്ടെ, ഉയർന്ന ജോലിയും കനത്ത ശമ്പളവും കൈ നിറയെ പണവും ജീവിതത്തിന്റെ അർത്ഥ ലക്ഷ്യങ്ങളിൽ നിങ്ങളെ എത്തിക്കത്തില്ല. We read about a man called Ahithophel in the Bible. വിശുദ്ധ ബൈബിളിൽ അഹീത്തോബേൽ എന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. He was a counselor to the king. അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്തിലെ കൗൺസിലറാണ്, വിദൂഷകനാണ്. But one day he had a bad day in his office.
they did not listen to his counsel. എന്നാൽ ഒരു ദിവസം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആലോചനകൾക്ക് ചെവി കൊടുക്കാൻ ആരും തയ്യാറായില്ല. Do you know what Ahithophel did? എന്താണ് അഹീതോഫേൽ എങ്ങനെ പ്രതികരിച്ചു എന്നറിയാമോ? He went and hung himself to death. അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് തൂങ്ങി മരിച്ചു. അതാണ് ചെയ്തത്. You think your job can give you all the satisfaction that you require? നിങ്ങൾ വിചാരിക്കുന്നു ഉയർന്ന ജോലിയുണ്ട്, കൈ നിറയെ പണമുണ്ട്, ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താമെന്ന് വ്യാമോഹിക്കും. Ahithophel will tell you your job cannot give you the satisfaction that you're looking for. എന്ന് ഞാൻ പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന അഹീതോഫേൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നിങ്ങളോട് പറയും, ഉദ്യോഗമോ പണമോ ജീവിതത്തിൽ സംതൃപ്തി തരത്തില്ല. So the road of work is the wrong road. അപ്പോൾ ഉദ്യോഗത്തിന്റെ പാതയും ജീവിതത്തിൽ കഠിനാധ്വാനത്തിന്റെ പാതയും ഒരു തെറ്റായ വഴി തന്നെയാണ്. The fourth road that this man is going in. ഈ സഭാപ്രസംഗിയിലെ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന നാലാമത്തെ വഴി Verses 7 and 8 of Ecclesiastes 2. സഭാപ്രസംഗി 2-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. 7 and 8. 7-8 വാക്യങ്ങൾ. He talks about the money that he earns there. അദ്ദേഹം പറയുന്ന അടുത്ത വഴി പണത്തിന്റെ വഴിയാണ്. പണത്തിന്റെ വഴി. Who wrote these words? ആരാണ് ഈ വാക്യങ്ങൾ എഴുതിയതെന്ന് അറിയാമോ? King Solomon. സോളമൻ, ശലോമോൻ രാജാവ്. The richest king in the world. ഉലകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ധനാഢ്യനായ രാജാവ്. The Bible says വിശുദ്ധ ബൈബിൾ പറയുന്നു in 1 Kings chapter 10. 1 രാജാക്കന്മാർ 10-ാം അധ്യായം. You read 14 to 22. 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ It talks about the wealth of Solomon. അദ്ദേഹത്തിന്റെ ധനസമൃദ്ധിയെ കുറിച്ച്, ശലോമോന്റെ ധനമാഹാത്മ്യത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. He imported 666 talents of gold. അദ്ദേഹം 666 താലന്ത് തങ്കം, തനി തങ്കമാണ് ഇറക്കുമതി ചെയ്തത്. 1 talent is equal to 34 kgs. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 34 കിലോഗ്രാമാണ്. He imported 666 into 34 total number of kgs gold. അങ്ങനെയെങ്കിൽ 666 into 34 അത്രയും കിലോഗ്രാം സ്വർണം അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്ത രാജാവ്. He had seen so much gold in his life. തനിക്ക് കല്ലുപോലെ പൊന്നുണ്ടായിരുന്നു. He was the richest king ever. അന്ന് വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ധനാഢ്യനായ രാജാവാണ് ശലോമോൻ. He went in the road of riches. അദ്ദേഹം ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ പണിതു. But he says everything is meaningless in that book. ഈ ധനമെല്ലാം സമ്പാദിച്ചതിന് ശേഷം അതിന്റെ കൂമ്പാരത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ശലോമോൻ പറഞ്ഞു, ഇതെല്ലാം മായയാണ്, വ്യർത്ഥമാണ്. The road of wealth is meaningless. സമ്പത്തിന്റെ പാത അർത്ഥശൂന്യമാണ്. That's why Jesus' disciple Judas Iscariot, he also hung himself. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കറിയോത്ത യൂദയും പണത്തിന്റെ മാർഗം അവലംബിച്ച് അവസാനം ഒരു ചാൻ കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. He thought money could satisfy him. Money could not satisfy him. Judas Iscariot, Jesus' disciple, committed suicide. അവൻ വിചാരിച്ച് പണം കൊണ്ട് തന്നെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താം. അവൻ യേശുവിന്റെ ശിഷ്യനായിരുന്നിട്ട് പോലും അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പണം അവനെ കൊണ്ടെത്തിച്ചത് അവിടെയാണ്. Wrong road. ഇതെല്ലാം തെറ്റായ വഴികളാണ്. Wrong road. ഇതാ 5-ാമത്തെ തെറ്റായ പാത. In Ecclesiastes chapter 2 and verse 8. സഭാപ്രസംഗി 2-ാം അധ്യായം 8-ാം വാക്യം. There's a wrong road of women or concubines or wrong road of sex. ഇത് സ്ത്രീകൾ അല്ലെങ്കിൽ കമിതാക്കളുടെ പിന്നാലെ പോകുന്ന തെറ്റായ പാത. In Ecclesiastes 2:8 the word of God uses the word concubines or extra wives. 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് വെപ്പാട്ടികൾ തനിക്ക് ഇഷ്ടം പോലെ സ്ത്രീ ജനങ്ങളെ പ്രാപിക്കുവാൻ ശലോമോൻ തയ്യാറായി. Solomon had at least 1000 relationship with at least 1000 women. നിങ്ങൾ സങ്കല്പിക്കുക, ഒരൊറ്റ മനുഷ്യന്, ശലോമോനെന്ന ഒറ്റയൊരു മനുഷ്യന് കുറഞ്ഞപക്ഷം 1000 സ്ത്രീകളുമായിട്ടെങ്കിലും ബന്ധങ്ങളുണ്ടായി. He enjoyed this gift of God to the excess. അവൻ ജീവിതത്തിലെ വിഷയാസക്തിയിൽ മുങ്ങിത്താണിയ ഒരു മനുഷ്യനാണ്. ഇപ്രകാരം തെറ്റായ പാതകൾ തിരഞ്ഞെടുത്തവനാണ്. He had female slaves, the Bible says. Female slaves, verse 7. അവന് ധാരാളം അടിമകളായ പെൺകുട്ടികൾ അടിമകളായ വെപ്പാട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. He went through that road, but yet everything was meaningless.
അവന്റെ ജീവിതത്തിൽ ഈ സ്ത്രീ ജന പരമ്പരകളിലേക്ക് പോയിട്ടും അവന്റെ ജീവിതം അർത്ഥശൂന്യമായി എഴുതപ്പെട്ടു. You have understood that from your own experience. നിങ്ങൾക്ക് മനസ്സിലാകും ഈ പാതകളെല്ലാം അപകടത്തിന്റെ പാതകളാണ്, നാശത്തിന്റെ പാതകളാണ്. After you and I have closed those pictures, filthy pictures, after those hours of porn surfing, our heart is empty. ഇതെല്ലാം ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കിയതിനു ശേഷവും തെറ്റായ അനവധി മാർഗങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പരീക്ഷിച്ച് നോക്കിയതിനു ശേഷവും ഇത് ഹൃദയം ശൂന്യമായിരിക്കുന്നു. You put your trust in that boy. You thought that boy was very important to you. That boy became more important than Jesus. But that boy walked away and he saw a more beautiful girl. The way of the opposite sex is empty. സ്വർണത്തിന്റെയും ഉദ്യോഗത്തിന്റെയും അധ്വാനത്തിന്റെയും സ്ത്രീ ജനത്തിന്റെയും എല്ലാ പാതകളും അവസാനം തന്നെ വലിയ ഉയർച്ചയിലെത്തിക്കുമെന്ന് വിചാരിച്ചുവെങ്കിലും തകർച്ചയിലേക്കാണ് ഇതെല്ലാം അവനെ എത്തിച്ചത്. തെറ്റായ വഴികൾ, തെറ്റായ പാതകൾ. The sixth wrong road we read about in verse 9. 2:9 വാക്യത്തിൽ ആറാമത്തെ അബദ്ധ പാതയെക്കുറിച്ച്, തെറ്റായ പാതയെക്കുറിച്ച് പറയുന്നു. The wrong road of walls, or you know, this is a wrong road where you think, if only I do something great and everybody will look at me and say, wow, what a wonderful man, what a wonderful achievement. സാഹസികമായ ചില വഴികൾ ചെയ്തു കൂട്ടിയാൽ മറ്റുള്ളവർ എന്നെ നോക്കിയിട്ട് എത്ര മഹാനായ ഒരു മനുഷ്യനാണ് ഇവൻ എന്ന് പറയുകയുള്ളൂ എന്ന് വിചാരിച്ച് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. Solomon talks about how he became great. ശലോമോന് താൻ എങ്ങനെയാണ് മഹാനായി തീർന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. Saul became great. He became the first king of United Israel. യഹൂദ, അതായത് ഐക്യ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി തീർന്ന ശൗല് ഒരു മഹാനായ രാജാവായിരുന്നു. Nobody looked as handsome as him. ശൗലിന്റെ ഒപ്പം നിന്ന് തന്റെ ഒപ്പം എത്താൻ പോലും ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. Nobody was as tall as him. ശൗലിന്റെ അത്രയും ഉയരമുള്ള ആരും ആ രാജ്യത്ത് പോലും ഉണ്ടായിരുന്നില്ല. But yet the end of his life was so sad. He committed suicide. എന്നാൽ ശ്രദ്ധിക്കുക, ശൗൽ രാജാവിന്റെ ജീവിത അവസാനം അത്യധികം സഹതാപപൂർണമായിരുന്നു. അവനും ആത്മഹത്യയാണ് അവലംബിച്ചത്. You think if only I became the first man to do this, the first woman to do that, then I will find meaning and purpose in life. I will be a great person and I will have meaning and purpose in life. ഉലകത്തിൽ മറ്റാരും ചെയ്തിട്ടില്ലാത്ത വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒന്നാമൻ ഞാനാണ്, ഒന്നാമത്തവൾ ഞാനാണെന്ന് ജീവിതത്തിൽ പേരും പ്രശസ്തിയും എടുത്താൽ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ നിരാശയോടുകൂടി അവസാനിക്കുകയാണ് കാര്യം. If only I can play the guitar, if only I can play the keyboard, if only I can bat like nobody has batted, play the keyboard like nobody has played, then I can find meaning and purpose in life. That's what you think. ജീവിതത്തിൽ മറ്റാരും പരീക്ഷിച്ചിട്ടില്ലാത്തതായ അതിസാഹസികമായ ഈ പാതകൾ, ആ പാതകൾ, ആ മാർഗങ്ങൾ, ഈ മാർഗങ്ങളൊക്കെ അവലംബിച്ച് ഞാൻ മഹാനാകും, പ്രശസ്തനാകും എന്ന് വിചാരിച്ചാൽ പലപ്പോഴും അതിന്റെ അവസാനം ജീവിതത്തിൽ വിഷാദവും നിരാശയുമായിരിക്കും. People may look at you and say, wow. People may look at you and say, wow, what a great man. ഒരുപക്ഷേ നിങ്ങളുടെ സാഹസിക പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ആളുകൾ നിങ്ങളെ നോക്കി തലയിൽ കൈവച്ചുകൊണ്ട് അമ്മമ്മോ എന്ത് ഭയങ്കര മനുഷ്യനാണിവൻ എന്നൊരു പക്ഷേ അതിശയിച്ചേക്കാം. When you're all alone, you'll say, whoa, what a wretched man I am. എന്നാൽ അവസാനം നിങ്ങളെ കുറിച്ച് തന്നെ പറയേണ്ടി വരും, എത്ര അരിഷ്ടനായ മനുഷ്യനാണ് ഞാൻ, എത്ര നികൃഷ്ടനായ മനുഷ്യനാണ് ഞാൻ. The last wrong road he talks about. ഇവിടെ അടുത്തതായി ഏറ്റവും ഒടുവിലത്തെ ഏഴാമത്തെ തെറ്റായ പാത. He talks about the wrong road of wit or laughter. നാം തമാശയുടെ പാതയെ കുറിച്ച് പറഞ്ഞു. The wrong road of wine. മദ്യപാനത്തിന്റെ തെറ്റായ പാത. The wrong road of work. കഠിനാധ്വാനത്തിന്റെ തെറ്റായ പാത. The wrong road of wealth. സമ്പത്തിന്റെ തെറ്റായ പാത. The wrong road of women. സ്ത്രീജനത്തിന്റെ തെറ്റായ പാത. The wrong road of awards or appreciation. ജീവിതത്തിൽ അംഗീകാരങ്ങളുടെയും ഉത്കർഷേച്ഛകളുടെയും തെറ്റായ പാത. And in verse 10, chapter 2 verse 10, he says, he did not deny himself anything his eyes desired. The last wrong road is a comprehensive term. He gave himself the whole world, the wrong road of the world.
2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവസാനമായി അദ്ദേഹം അവലംബിച്ചത് എന്താണ്? തന്റെ കണ്ണിന് ഇമ്പമെന്ന് തോന്നിയതൊന്നും അതിന് നിഷേധിച്ചില്ല, തന്റെ ഹൃദയം ആഗ്രഹിച്ചതൊന്നും അതിന് വിലക്കിയില്ല. മുഴുവൻ ലോകത്തിലും രമിക്കുവാൻ അഭിവാദിച്ച ഒരു മനുഷ്യൻ. മുഴുവൻ ലോകത്തിലും ഈ ലോകത്തിലുള്ള ഉലകത്തിലുള്ള സകലത്തിലും രമിച്ചുകൊണ്ട് എന്തെല്ലാം ജീവിതത്തിൽ നേടാമോ എല്ലാം നേടുവാൻ ഓടിപ്പാഞ്ഞ ഒരു മനുഷ്യൻ. But the word of God says in 1 John, the world and its pleasures pass away. ദൈവത്തിന്റെ വചനം 1 യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞോടി പോകുന്നു. My Jesus said in Matthew 16 and verse 26. നമ്മുടെ കർത്താവ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, What will a profit a man if he can gain the whole world yet forfeit his soul? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് ഫലം? So which road are you in? ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പാതയിലാണ്? Right now, which road are you in? നിങ്ങൾ ഇപ്പോൾ ഏത് പാതയിലാണ് ചരിക്കുന്നത് എന്ന് ശോധന ചെയ്യുക. My Bible says there is a way that seems right to man, but in the end it leads to death. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വഴി മനുഷ്യന് ചുവടുള്ളതായി തോന്നും, അവസാനം നാശവഴി. What is death according to the Bible? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? What is death according to the Bible? This road will lead to death. What is death according to the Bible? ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത് ഈ വഴി അവസാനം മരണത്തിൽ ചെന്ന് കലാശിക്കുമെന്നാണ്. വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ എന്താണ് മരണം? You read Revelation 21 and verse 8. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. There we understand the final meaning of the word death is hell punishment, to go to hell and burn there forever and forever. വെളിപ്പാട് 21-ന്റെ 8 പ്രകാരം മരണം എന്ന വേദപുസ്തക ഭാഷ വീക്ഷിക്കുന്ന ആത്യന്തികമായ അർത്ഥം നിത്യമായ അവസാനമാണ്, നിത്യമായ മരണമാണ്. അതൊരിക്കലും അവിടുന്ന് രക്ഷപ്പെടുന്നില്ല. God did not create hell for you. ദൈവം നമുക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചിട്ടില്ല. God created hell for the fallen angels. സത്യത്തിൽ വീണുപോയ ദൂതന്മാർക്ക് വേണ്ടി, പിശാചായി തീർന്ന വ്യക്തികൾക്ക് അവർക്ക് വേണ്ടിയാണ് ദൈവം നരകം സൃഷ്ടിച്ചത്. God created hell for Lucifer and his fallen team of angels. ലൂസിഫറിനും വീണുപോയ അവന്റെ അനുചര സഞ്ചയങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നരകം സൃഷ്ടിച്ചത്. Because inside Lucifer, inside the devil, there was a soul which will live forever and forever. ലൂസിഫർ അവൻ നിഗളിച്ച് വീണുപോയത് കൊണ്ട് നരകം എന്നേക്കുമായി അവന് സൃഷ്ടിക്കപ്പെട്ടതാണ്. And you also have a soul which will live forever and forever. നിങ്ങളിലും എന്നിലും നിത്യമായി ജീവിക്കുന്ന നിത്യമായ സത്തയുള്ള ഒരാത്മാവ് വസിക്കുന്നുണ്ട്. And this soul, if it rejects God, finally will go to a place called hell, a place of burning fire forever and forever. നമ്മുടെ യജമാനനും ഉടമസ്ഥനുമായ സൃഷ്ടികർത്താവാം ദൈവത്തെ നമ്മുടെ ആത്മാവ് കൊണ്ട് നാം നിരസിക്കുകയാണെങ്കിൽ ലൂസിഫറും കൂട്ടരും കിടക്കുന്ന അതേ നരകത്തിൽ മാത്രമേ പോകാൻ നമുക്ക് നിർവാഹമുള്ളൂ. Lucifer alone, God wanted him to go to hell, but if you follow Lucifer, if you go in the road that Lucifer is going, his destination will be your destination. ലൂസിഫർ നരകത്തിന് യോഗ്യനാണ്. എന്നാൽ നിങ്ങൾ അവന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുകയാണെങ്കിൽ, ദൈവത്തോട് അനുസരണ കെട്ടവരായി അപഥ സഞ്ചാരം നടത്തിയാൽ പിശാചിന്റെ ദൂതന്മാർക്ക് ഒരുക്കിയ അതേ നരകത്തിലാണ് നിങ്ങൾ പോവുക. You know what Jesus said in Matthew 23 and 33? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് എന്തെന്നറിയാമോ? He said, you snakes. യേശു പറഞ്ഞത് സർപ്പസന്തതികളെന്നാണ്. You brood of vipers. നിങ്ങൾ സർപ്പസന്തതികളാകുന്നു. How will you escape being condemned to hell? നിങ്ങൾക്ക് ഈ നരകശിക്ഷ എങ്ങനെ ഒഴിഞ്ഞു പോകുവാൻ കഴിയും? Do you know who he said this to? യേശു ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? To the Pharisees and the religious leaders. മതഭക്തരായ പരീശ ബുദ്ധന്മാരെ കുറിച്ചാണ് യേശു ഇത് പറഞ്ഞത്. You said, I have religion with me in this youth camp. I have come as a youth president. യേശു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്തരാണെന്ന് അഭിമാനിക്കുന്നു, നിങ്ങൾ വലിയ വിശുദ്ധരാണെന്ന് അഭിമാനിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഗതി ഇതാണ്. You are telling me I have
നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങൾ ഭയങ്കര ആത്മീയരാണ്, നിങ്ങൾ ഭയങ്കര ഭക്തരാണ്, യൂത്തിന്റെ പ്രസിഡന്റ് ആണ് നീ എന്നൊക്കെ പറയുന്നു. In my church I am the youth leader. എന്റെ സഭയിൽ ഞാൻ യുവജനങ്ങളുടെ നേതാവാണ്, അതിന്റെ ടോപ്പിലാണ്. In my college I am the prayer cell leader. ഞാൻ എന്റെ ചർച്ചിലെ പ്രാർത്ഥനയുടെ സെൽ ലീഡറാണെന്ന് നിങ്ങൾ പറയും. And you say, well, my father is a pastor. മാത്രമല്ല എന്റെ പിതാവ് ഒരു പാസ്റ്ററാണെന്ന് നിങ്ങൾ പറയും. My grandfather was a bishop. മാത്രമല്ല എന്റെ വല്യപ്പച്ചൻ ഒരു ബിഷപ്പുമായിരുന്നു എന്ന് പറയുന്നു. You have a lot of religion with you, that's fine. അങ്ങനെ നോക്കുമ്പോൾ ഭക്തിയുടെ ഒത്തിരി പരിവേഷങ്ങൾ നിങ്ങൾക്കുണ്ട്, പക്ഷേ അതിവിടെ നടക്കില്ല. Religion will not take you away from hell. ഈ ഭക്തിയുടെ പരിവേഷങ്ങളോ അതിന്റെ പൊങ്ങച്ചങ്ങളോ നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷിക്കത്തില്ല. But only Jesus inside, a living relationship with Jesus, only that can save you from eternal hell. യേശുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ മാത്രമേ നിത്യ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുവിക്കപ്പെടുവാൻ സാധിക്കൂ. The Pharisees did not have Jesus. പരീശന്മാർക്കും മതമുണ്ടായിരുന്നു, പക്ഷേ യേശു അവരില്ലായിരുന്നു. But today, if you have a living relationship with Jesus, you will never go to hell. ഇന്ന് പകൽ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവുമായി ഒരു സജീവ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരത്തില്ല. That's why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, I am the way, the truth, and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. Paul, the follower of Jesus, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, യേശുവിന്റെ അനുശിഷ്യനായ പൗലോസ്, he talked about the way of Jesus in a different way. യേശുവിന്റെ പാതയെക്കുറിച്ച് പൗലോസ് അല്പം വ്യത്യസ്തമായ നിലയിലും പറയുന്നുണ്ട്. 1 Corinthians 1:18. അത് 1 കൊരിന്ത്യർ 3:18 വാക്യമാണ്. He talked about the way of Jesus, which is the way of the cross. പൗലോസ് പറയുന്നത് യേശുവിന്റെ വഴി ക്രൂശിന്റെ വഴിയാണ്. The way of the cross. യേശുവിന്റെ പാത അത് ക്രൂശിന്റെ പാതയാണ്. Today, ഇന്ന് you have a choice. നിങ്ങളുടെ മുന്നിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്. You can go the way of wisdom, way of work, way of women, or the way of the cross. നിങ്ങൾ ഈ ലോകത്തിന്റെ ആഡംബരത്തിന്റെയോ സമ്പത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഇതര സുഖലോലുപതയുടെയോ പാതയിൽ പോകാം, അഥവാ മറുവശത്ത് ക്രൂശിന്റെ വഴിയുണ്ട്. Jesus went in the way of the cross to stop you from destruction, to stop you from going to eternal hell. പറയട്ടെ, നിത്യ നരകത്തിലേക്കുള്ള നിങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട് യേശുവിത വഴി വിലങ്ങി നിന്ന് നിങ്ങൾക്കൊരു പുതിയ വഴി വെട്ടി തുറക്കുകയാണ്. Think about the way of the cross for just 5 minutes. യുവ സഹോദരങ്ങളെ, ഒരു 5 മിനിറ്റ് സമയം ഈ ക്രൂശിന്റെ വഴിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Jesus is kneeling in the garden of Gethsemane. യേശു ഗെത്സമനിലെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. His sweat became like red drops of blood. യേശുവിന്റെ രോമകൂപകളിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി വീഴുകയാണ്. Why? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? If you're sweating blood, doctors say you are under high tension. You are under high tension. വൈദ്യശാസ്ത്ര ഡോക്ടർമാർ പറയുന്നത് ഒരു വ്യക്തി രക്തം വിയർക്കണമെങ്കിൽ അത് ഭയങ്കരമായ അമിത സമ്മർദ്ദത്തിന് കീഴിലാകുമ്പോഴാണ്. You and I were enjoying pleasures of sin, but Jesus took our punishment, and the punishment is tension. Instead of you, Jesus was punished. നിങ്ങൾ ഞാൻ പാപത്തിന്റെ സുഖലോലുപതയിൽ ആരാടി നാശത്തിന്റെ വഴിയിലൂടെ പോയപ്പോൾ എന്നെ നിങ്ങളെ സമുദ്ധരിക്കുവാനായി യേശു ആ പാതയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾ തന്റെ മേൽ ഏറ്റെടുത്തതിന്റെ ഭാരമാണ് രക്തം വിയർക്കുവാൻ ഇടയാക്കിയത്. Strong Roman soldiers, as strong as John Abraham, these with huge muscles, they whipped Jesus on the back 40 times, 39 times. They whipped him on the back. യേശുവിനെ ചാട്ടവാറുകൾ കൊണ്ട് ദണ്ഡിപ്പിച്ചതായ പടയാളികൾ അതിക്രൂരമായി നിർദ്ധയമായി അവനെ അടിക്കുകയുണ്ടായി. And on his back, it became like a plowed field. The prophets say his back looked like a plowed field. Strips of flesh of Jesus' back were hanging loose. Blood was oozing. പറയുന്നത് അവന്റെ പുറം അടിച്ച ഉഴവ് ചാലുകൾ പോലെ ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. I ask why? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ യേശുവിന്റെ പുറം ഉഴുതുമറിക്കപ്പെട്ടത്? You and I have sinned against our Creator God with our body. നിങ്ങളും ഞാൻ ചെയ്തു കൂട്ടിയ
ചുമത്തിയ പാപത്തിന്റെ മ്ലേച്ഛതകൾക്ക് വേണ്ടി പകരമായി Jesus says, I love you. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I will take your punishment upon my body. മകനെ, മകളെ, നിന്റെ പാപം, നിന്റെ അശുദ്ധി ഞാൻ എന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. The Roman soldiers took those 3 nails out. യേശുവിന്റെ കരങ്ങളിലേക്ക് ക്രൂരമായി ആണികൾ ആ പടയാളികൾ അടിച്ചിറക്കി. Hammered him on the hands. അവസാനം അവനെ ക്രൂശോടെ ഉയർത്തി കുരിശിന്മേൽ അവനെ തറച്ചു. They hammered him on the hands. അവന്റെ കരങ്ങൾ ആണികൾ തറച്ചുകൊണ്ട് ആ കുരിശിൽ തൂക്കി. They hammered him on the legs. അവന്റെ കാലുകൾ ചേർത്ത് വെച്ച് കാലിലും ആണികൾ അടിച്ചിറക്കി. It was your hands that held that cigarette. It was your hands that held that cigarette. നിങ്ങളുടെ കരങ്ങളിൽ സഹോദര, നീ നിന്റെ വിരലുകൾക്കിടയിൽ ആ സിഗരറ്റ് പിടിച്ചതുകൊണ്ട് എന്റെ യേശുവിന്റെ വിരലുകൾ ആണിയേറ്റ മുറിയുവാനിടയായി. It was your hands that touched the girl the wrong way. Your hands that touched the girl the wrong way. നീ തെറ്റായ രീതിയിൽ, നീ തെറ്റായ വിധത്തിൽ ആ പെൺകുട്ടിയെ സ്പർശിച്ചത് നിമിത്തം എന്റെ യേശുവിന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ആണി കൊണ്ട് അടിക്കപ്പെട്ടു. Your hands that went to the wrong place. Your legs that went to the wrong place. നിന്റെ ജീവിത പാതയിൽ നീ തെറ്റായ വഴികൾ തിരഞ്ഞെടുത്ത് മ്ലേച്ഛതയിലൂടെ പോയത് നിമിത്തം എന്റെ യേശുവിന്റെ പാദങ്ങളിൽ കാലിലുമാണികൾ അടിച്ചിറക്കി. Jesus took your place on the cross of Calvary. എന്റെയും പാപം യേശു ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിക്കുകയാണ്. The nails did not hold him on the cross. The nails did not hold Jesus on the cross. The nails did not hold Jesus on the cross. യേശുവിനെ ക്രൂശിൽ തൂക്കിയിട്ടത് യഥാർത്ഥത്തിൽ ആണികളല്ല. No, they said, if you are the Son of God, come down from the cross. അവർ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. You think the nails stopped him from coming down? യേശു ആണിയും പറിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നെന്ന് അവർ പറയുന്നു. No, ഒരിക്കലും അങ്ങനെയല്ല. He loved you. സത്യത്തിൽ ആണികളല്ല യേശുവിനെ അവിടെ തൂക്കിയിട്ടത്. His love held him on the cross. കർത്താവിനെ കുരിശിൽ തൂക്കിയിട്ടത് സ്നേഹമാണ്. If he had snapped his fingers, angels would have come and rescued him. യേശുവിന് ഒന്ന് കൈ ഞൊടിച്ചാൽ മതിയായിരുന്നു, ശക്തന്മാരായ ദൂതഗണങ്ങൾ അവിടെ പ്രത്യക്ഷരായി യേശുവിനെ അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു താഴെ. He didn't snap his fingers. എന്നാൽ യേശു അതിനെ മുതിർന്നില്ല. He hung there. അവൻ അവിടെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തൂങ്ങിക്കിടക്കും. He loved you so much. അവൻ അവിടെ കിടന്നുകൊണ്ട് അസ്വസ്ഥനായി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. That is the way of the cross. യേശുവിന്റെ പാത കുരിശിന്റെ പാതയാണ്. അത് അതിവേദനയുടെ പാത. It might look foolish for some people, but I want to tell you, that is the path that gives you purpose and meaning in life. ക്രൂശിന്റെ പാത ഒരുപക്ഷെ ഈ ക്രൂശീകരണം അനേകർക്ക് പോഷത്വമാണ്. അത് അനേകർക്ക് ബുദ്ധികേടാണ്. പക്ഷേ ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പാത. Today he calls you today. ഇന്ന് പകരം അവൻ നമ്മെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. He says, come to me. പ്രിയ സഹോദരങ്ങളെ, അവൻ നിങ്ങളെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. എന്റെ അടുക്കൽ വരുവീൻ. Those of you who want to go in the way of the cross, യേശു കർത്താവിന്റെ ക്രൂശിന്റെ വഴി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന യുവ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നിങ്ങൾ മുൻപോട്ട് വരിക. ധൈര്യത്തോടെ മുൻപോട്ട് വരിക. ഇവിടെ വന്ന് നിലയായിരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി മുൻപോട്ട് വരിക. Yes, I want you to come forward and close your eyes. മുൻപോട്ട് വരിക. മുൻപോട്ട് Come right here. ധൈര്യമായി നിങ്ങൾ മുൻപോട്ട് നീങ്ങി നിൽക്കാം. Yes. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. And as you stand, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ close your eyes and say sorry to the Lord Jesus for all the wrong things that you have done. നിങ്ങൾ എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. യേശുവിനോട് ഇങ്ങനെ പറയുക, കർത്താവേ, എന്റെ തെറ്റായ എല്ലാ വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. Yes, Lord, sometimes I've gone in the road of women. I've gone in the road of sinful pleasure. കർത്താവേ, ഞാൻ കൺമോഹത്തിന്റെ ജഡമോഹത്തിന്റെ പാതയിൽ പലപ്പോഴും തെറ്റായ യാത്ര ചെയ്തിട്ടുണ്ട്. I'm sorry, Lord. കർത്താവേ, ഞാൻ അതിനെ ക്ഷമിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഖേദിക്കുന്നു. Please forgive me, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Please forgive me, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. With your precious blood, നിന്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ wash me with your blood. എന്റെ പാപങ്ങളെ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് കഴുകണമേ. Cleanse me with your blood.
Oh, hallelujah. The way of the cross. ക്രൂശിന്റെ പാത, ക്രൂശിന്റെ വഴി. Yes, say, Lord, I want to join the way of the cross today. കർത്താവേ, ഇന്നു മുതൽ ഈ കുരിശിന്റെ വഴി, ഈ ക്രൂശിന്റെ പാതയിൽ മുൻപോട്ട് പോകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. Right now, you say that to the Lord Jesus right now. നിങ്ങൾ ഇപ്രകാരം കർത്താവിനോട് പറയുക, യേശുവേ, ഞാൻ അങ്ങയുടെ ഈ ക്രൂശിന്റെ പാതയിൽ Open your mouth and speak. തുടരുവാൻ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ വായി തുറന്ന് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. എല്ലാവരും യേശുവിനോട് പ്രാർത്ഥിക്കുക. He loves you. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. That's why he died on the cross for you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി He മരിച്ചത്. shed his blood for you. അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. His blood can cleanse you from everything. നടക്കുന്നത് പോലെ നിങ്ങളെ കൂട്ടുകാരിയെ പോലെ കൂട്ടുകാരനെ പോലെ യേശു നിങ്ങളോടൊപ്പം നടക്കും. He will come with you. യേശു നിങ്ങളോട് സംസാരിക്കും. Just get right with Jesus right now. ഇപ്പോൾ തന്നെ കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുക. Now I'm going to teach you a prayer right now. ഇപ്പോൾ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. If you know English, you can repeat this prayer after me. Those of you who come forward. ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാ കുട്ടികളും മുൻപോട്ട് വന്ന എല്ലാ യുവജനങ്ങളും ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചൊല്ലുക, ഏറ്റുചൊല്ലുക. Or you can wait for the Malayalam translation. അല്ലെങ്കിൽ മലയാളം ട്രാൻസ്ലേഷൻ, മലയാളം നിങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലാം. This is just rededicating your life to Jesus. ഇത് യേശു കർത്താവിനായി നിങ്ങളുടെ ജീവിതം ഒന്നുകൂടെ പുനർസമർപ്പണം നടത്തുവാനാണ് ഈ പ്രാർത്ഥന. Maybe some of you are doing it for the first time. You are dedicating your life to Jesus for the first time. I don't know. ഒരുപക്ഷേ ഇതിനു മുൻപ് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരാണ്, എന്നാൽ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കാം സമർപ്പിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. So by you're basically saying, Lord, I'm repenting from my sin. I'm trusting in you as my Savior. കർത്താവേ, ഞാൻ എൻ്റെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് എൻ്റെ രക്ഷകരിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണ്. Okay, shall we pray together? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Our dear Heavenly Father, ഞങ്ങളുടെ പ്രിയമുള്ള സ്വർഗീയ പിതാവേ, we come to you in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് അടുത്തു വരുന്നു. Lord, please forgive me. കർത്താവേ, എന്നോട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. I have sinned against you. ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തിരിക്കുന്നു. Wash me with the blood of your Son. അങ്ങയുടെ ഓമനപുത്രന്റെ വിലപ്പെട്ട രക്തത്താൽ എന്നെ കഴുകണമേ. Make me pure once again. എന്നെ ഒരിക്കൽ കൂടെ കഴുകി ശുദ്ധീകരിക്കണമേ. Come into my heart, Lord Jesus. യേശു കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. Come into my life, Lord Jesus. കർത്താവായ യേശുവേ, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. From today onwards, I will walk in the way of the cross. ഇന്നു മുതൽ ഞാൻ അങ്ങയോട് കൂടെ ക്രൂശിന്റെ പാതയിൽ മാത്രം നടക്കും. Help me, Lord Jesus. കർത്താവേ, എന്നെ അങ്ങ് സഹായിക്കണമേ. I love you, Lord Jesus. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. In your name I pray. അങ്ങയുടെ പൊന്നുനാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. You can quietly go back to your seats. നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി പോകാം. And I'm going to give you 4 Bible verses reference and then I'm finished. ഞാൻ അനുബന്ധമായി 4 വേദഭാഗങ്ങൾ ദൈവവചനത്തിൽ നിന്ന് 4 വേദഭാഗങ്ങൾ കൂടെ നൽകി എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I want you to write it down. എല്ലാവരും പെട്ടെന്ന് പേരെടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ റെഫറൻസുകൾ എഴുതുക. You can write it in your notebook or you can even write it in your Bibles. നിങ്ങളുടെ ബൈബിളിലോ അഥവാ നിങ്ങളുടെ നോട്ട്ബുക്കിലോ നിങ്ങൾ ഈ വേദഭാഗങ്ങൾ എഴുതണം. Now, what does God do with the sins that you have confessed? What does God do with the sins that you have confessed to Him? നിങ്ങൾ ഇന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ നിങ്ങളുടെ പാപങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്താണ് ചെയ്യുന്നത്? God does 4 things. അതിനുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങളുണ്ട്. The sins that you have confessed to the Lord, He removes it out of His sight, the Bible says. ഒന്നാമതായി നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കർത്താവ് തന്റെ കൺമുൻപിൽ നിന്നും നീക്കിയിരിക്കുന്നു. That's what we read in Micah chapter 7 and verse 19.
മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. He says that God put our sins under the ocean and we can't see our sins. It's going down and down and down till we can't see it anymore. ഒരിക്കലും ഉയർന്നു വരുവാൻ കഴിയാതെ വണ്ണം സമുദ്രത്തിന്റെ അത്യഗാധങ്ങളിലേക്ക് നിങ്ങളുടെ പാപങ്ങൾ ദൈവം എടുത്ത് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. What does God do with your sin? എന്താണ് ദൈവം നിങ്ങളുടെ പാപങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്? Secondly, രണ്ടാമതായി God puts it out of your reach. It's far away, out of reach. Out of reach, He throws it far away. നിങ്ങളുടെ പാപങ്ങളെ ദൈവം നിങ്ങൾക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത അത്ര ദൂരത്തിലേക്ക് എറിഞ്ഞു കളയുകയാണ്. That's what we read in Psalm 103 and verse 12. 103-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. As far as east is from the west, so far has God removed our transgressions from us. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. So far, അധികം ദൂരത്തിലേക്ക് ദൈവം പാപങ്ങളെ എടുത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. What does God do with our sins? എന്താണ് ദൈവം പാപങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്? Thirdly, He removes it. മൂന്നാമതായിട്ട് He removes it out of His mind. ദൈവം തന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ അതിനെ മായ്ച്ചു കളയുന്നു. In Jeremiah chapter 31 and verse 34. യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 34-ാം വാക്യം. He says, I will remember the sins no more. യിരെമ്യാവ് 31-34 ഞാൻ അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. So God does not remember your sins. നിങ്ങൾ പാപം ചെയ്തിട്ടുള്ള കാര്യം ദൈവം ഓർക്കുന്നു പോലുമില്ല. If you have confessed and repented from it and asked His blood to cleanse you from your sin, God doesn't remember those sins. നിങ്ങളുടെ പാപങ്ങളെ ചൊല്ലി നിങ്ങൾ അനുദപിച്ച് പശ്ചാത്തപിച്ച് അത് ഏറ്റുപറഞ്ഞതിന് ശേഷം ഇനി ഒരിക്കൽ പോലും നിങ്ങളുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. Fourthly, നാലാമതായി God puts our sins out of existence. They don't exist anymore. Out of existence. നാലാമതായി നമ്മുടെ പാപം ഇനി ഒരിക്കലും ആ പാപത്തിന് നിലനിൽപ്പില്ലാതെ വണ്ണം അതിനെ ദൈവം പൂർണ്ണമായും ദുർബലപ്പെടുത്തിയിരിക്കുന്നു, നീക്കം ചെയ്തിരിക്കുന്നു. In Isaiah 43 and verse 25. അത് യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 25-ാം വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 25-ാം വാക്യമാണ്. God says, I will blot out their sins. I will blot out their sins. I will remove their sins forever. ഞാൻ അവരുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു, നീക്കം ചെയ്തു, ഇനി ഓർക്കുകയില്ല. God has deleted your sin file from His computer in heaven. He has deleted that file. നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ കമ്പ്യൂട്ടറിലെ രേഖയിൽ നിന്ന് അത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. And it is, and He has gone to the recycle bin and He has emptied the recycle bin. Even in the recycle bin, it's not there. Even in the recycle bin, it is not there in God's recycle bin. ഒരുപക്ഷെ ഇനിയും അത് ഒന്നുകൂടെ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ എത്ര പരതിയാലും അത് തിരിച്ചു കിട്ടാത്തവണ്ണം പൂർണ്ണമായും അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. So that is what God has done with your sin. അതുകൊണ്ടാണ് ദൈവം പാപത്തെ സംബന്ധിച്ച് പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്ന് പറയുന്നു. So I want to encourage you with these words at the end of my first message. അതുകൊണ്ട് ഈ സെഷന്റെ ഒടുവിലത്തെ സമയത്ത് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ പറയുകയാണ്.